ഓക്കെ താങ്ക് യു. സംഭവം എങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ പടത്തിന്റെ ഒന്നും ഫിക്സ് ആയിട്ട്. ശരി, താങ്ക് യു ചേട്ടാ. ശരി. ഒരു ദിവസം വീട്ടിൽ വന്നങ്ങനെ കഥ പറഞ്ഞ് കഥ വന്നിട്ട് എന്നോട് എന്താണ് ഒരു അഭിപ്രായം. ഞങ്ങളുടെ പരിപാടി രസമായിട്ടാണ് തോന്നുന്നത്. അപ്പം എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞില്ല. നമ്മുടെ ആ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഒന്നായിരുന്നു ആ കഥാപാത്രത്തിനായിരുന്നു ഞാൻ അഭിനയിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ കഥാപാത്രം ചെയ്താൽ മോശമായി പോയാണ് സാധ്യത. അത് ഈ സിനിമയിൽ പരിപാടിക്ക് വന്നാലും തോന്നുന്നില്ല. വേറെ മറ്റൊരാളെ കണ്ടെത്തുന്നു നല്ലതായിരിക്കും എന്നാണ് ഞാൻ ആകെ സിനിമയ്ക്ക് കൊടുത്ത നിർദ്ദേശം. അങ്ങനെ തന്നെ ചെയ്തു. ഒരു വേറെ വെച്ചിട്ട് ക്യാരക്ടർ ചെയ്യിച്ചു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പകരം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ ക്യാരക്ടർ പരിപാടി ചെയ്തു. കടന്നായിരിക്കാൻ വേണ്ടി തൽക്കാലം അദ്ദേഹത്തിനോട് പറഞ്ഞ കുഴപ്പമില്ല. ഇതിനൊക്കെ മറ്റു സിനിമയിൽ കാര്യങ്ങളൊക്കെ വരും ചെയ്യുന്നതാണ്.
15 ദിവസം ഓടിയിട്ട് കാലം 3 വർഷമായി. ആ സമയത്താണ് 65 ദിവസം ഓടുന്ന ഒരു സിനിമയുടെ ആഘോഷത്തിന് വിളിച്ചിട്ട് ജിസ്മോനെ കോംപ്ലക്സ് എടുപ്പിക്കുന്നത്. സോ ഹാപ്പി. കാരണം ഈ പടത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഏകദേശം ഓരോ ദിവസവും എനിക്ക് വരുന്ന ഒരു വൈകുന്നേരം കോൾ പറഞ്ഞതായിരുന്നു. പിന്നെ തലവൻ ടൂവിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ഇവിടെ അന്വേഷിച്ചു തലവൻ ടൂ. അപ്പൊ അവിടെ കോട്ടൺ ഒക്കെ ആയിരിക്കും. അതിന് നീ വെച്ച് ചാടി കയറിയില്ലേ? ഇല്ല ഇല്ല, ഇനി ഇതിന്റെ എന്തെങ്കിലും ഒക്കെ കാണുമായിരിക്കും. അപ്പൊ അതുപോലെ രേഷ്മ മരിച്ചിട്ടില്ല എന്നൊരു ആശ്വാസത്തിൽ ഞാനിവിടെ നിൽക്കുകയാണ്. ഇവിടെ പബ്ലിക്കിൽ കുറെ പേരായി ഒന്ന് പറയുന്നു, ജിസിലെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ തലവൻ ടൂവിനും ഇതിന്റെ എല്ലാ ടീം മെമ്പേഴ്സിനും ഒരു ഓൾ ദ ബെസ്റ്റ്. പിന്നെ അതുപോലെ ഇതിന്റെ നമ്മുടെ കൂടെ നിന്ന ഇതിന്റെ ടെക്നീഷ്യൻസിനും ആക്ടേഴ്സിനും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സിനും കട്ടക്കൊപ്പം നിന്ന ഫ്രണ്ട്സിനും കൺഗ്രാറ്റുലേഷൻസ്. ഇത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്. എൻജോയ്. താങ്ക് യു. താങ്ക് യു. ഒരു സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് എത്തുക എന്നുള്ളതാണ് ആ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമായ ഒരു മൊമെന്റ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നതിൽ വളരെ സന്തോഷം. അരുൺ നാരായണൻ, ജിസ്മാൻ, ആസ്തു, ജുമേന, എല്ലാവർക്കും എന്റെ ആശംസകൾ. താങ്ക് യു. താങ്ക് യു. വേദിയിലേക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് കിട്ടാണ്. ഈ സിനിമ ദൈവകൃപമുണ്ട് 65 ദിവസം ഒറ്റ ഷെഡ്യൂളിൽ കഴിഞ്ഞതാണ്. അപ്പൊ ബിജുണ പറഞ്ഞാൽ എന്റെ കറക്റ്റ്. നമ്മൾ വീട്ടിൽ നിന്ന് മാറിപ്പോയാൽ ദൂരെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒത്തുചേർന്ന് ഷൂട്ട് കഴിഞ്ഞ് ഒത്തിരി സംസാരിക്കുക, പാട്ട് പാടുക. വിജയുടെ നന്നായിട്ട് പൊട്ടും, നന്നായിട്ട് എക്സലായിട്ട് പൊട്ടും. വിജയുടെ നോക്കുകയാണെങ്കിൽ സ്പീക്കറുണ്ട്, മൈക്കുണ്ട്, അടിപൊളിയാണ്. എനിക്കൊരു കുടുംബമുണ്ട്. കുഴപ്പമാണോ? അത് ഭയങ്കര അടിപൊളിയാണ്. അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UK ബേസ്ഡ് മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭം കൂടിയാണ്. ഈ ഒരു മൊമെന്റ്സിൽ, ഈ ഒരു സന്തോഷത്തിൽ എന്താണ് ഞങ്ങളോട് പങ്കുവയ്ക്കാൻ? എല്ലാവർക്കും നമസ്കാരം.
പിന്നെ ദൈവത്തിന് നന്ദി. കാരണം പെട്ടെന്ന് ഒരു ഇത്രയും വലിയ ക്ലാസ്സിലെ ഗ്രൂപ്പ് ഒരു പടം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ ഫിലിമാണ് എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഇത് 65 ഡേയ്സിൽ ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാൻ പറ്റും. അതിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും 100% എഫർട്ട് അതിലേക്കാണ്. എനിക്ക് വളരെ സന്തോഷം. അതിങ്ങനെ നന്നായി തോന്നുന്നു. അതോടൊപ്പം തന്നെ ഒരു വൻ വിജയമായിട്ട് അതിലധികം സന്തോഷമുണ്ട്. ആദ്യമായി ചെയ്ത പടം ഇങ്ങനെ സ്റ്റേജിൽ വന്നിരിക്കാൻ പറ്റി, സന്തോഷം. അത് ഇനിയും പടങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമാണ് എനിക്ക് തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൊതിക്കുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ്. എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചു ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിന്ന് എല്ലാവരും ദൈവത്തിനോട് എല്ലാവർക്കും നന്ദി പറയുന്നു. ജിസിനോടായിട്ട് ഒരു വാക്ക് മാത്രം പേഴ്സണലി പറയണം. ഈ സിനിമ വരുമ്പോൾ വളരെ ഒരു ലൈറ്ററായിരിക്കുന്നതാണ് ഞാൻ എൻ്റെ ഈ ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം ചിരിച്ചു പോയതോടെ നല്ല ഒപ്പം അദ്ദേഹത്തിനെതിരെ നിന്ന് അഭിനയിച്ചപ്പോഴുള്ള ആ ഒരു ബീച്ചിന്റെ കൂടെ അഭിനയിക്കുമ്പോ ചാക്കോച്ചന് അറിയാം അല്ലേ, ഒരു ആഘോഷമാണ്. ഒരു ടൂറൊക്കെ പോയിട്ട് ആഘോഷിക്കുന്ന പോലെയാണ്. ഷൂട്ടിങ്ങിൻ്റെതായ ഒരു പ്രഷറും ബീച്ചേട്ടൻ ലൊക്കേഷൻ്റെ റൂമിലേക്ക് കൊണ്ടുവരില്ല. ഞങ്ങളെല്ലാവരും ഒരുപാട് എൻ്റർടൈൻ ചെയ്യാൻ ബീച്ചേട്ടൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ബീച്ചിൻ്റെതായ കുറേ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട്. ഈ ഒരു ആഘോഷത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ബിജുചേട്ടന്റെ മുറിയും ആ മുറിയും അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങൾ രാത്രി വളരെ വൈകി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മുറിയും അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ കേട്ടു ഉള്ളതാണ് ബിജുചേട്ടാ. രാത്രിയില് ഒരു ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത്. രാത്രി 11 മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ദൂരെ നിന്നൊരു പാട്ട് കേൾക്കാനുണ്ടെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ ഇത്രയും സംസാരിക്കാതെ നിൽക്കുന്ന ഒരാള് വെളുപ്പിന് വരെ പാട്ടും താളം നന്നായി അടിക്കും എന്നൊക്കെ കേട്ടു. ഇതൊക്കെ ഉള്ളതാണോ? കൈകണ്ടില്ലേ? വിഷേട്ട എങ്ങനെയായിരുന്നു ഈ ഒരു വിഷേട്ടന്റെ നേതൃത്വത്തിലുള്ള ഈ ആഘോഷങ്ങൾ എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർത്തെടുക്കാനുണ്ടോ? മൊമെന്റ് അല്ല, ആക്ച്വലി നമ്മൾ വളരെ ചൂടുള്ള സമയത്താണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു സീരിയസ് സിനിമയാണ്. സെറ്റിൽ നിന്ന് അധികം റിലാക്സ് ചെയ്യാൻ സ്പേസ് ഉണ്ടാകും. നമ്മളെല്ലാം ചാത്തലായിട്ടും റിലാക്സ് ആയിട്ടും നല്ല ഔട്ട്പുട്ട്. പിന്നെ നമ്മുടെ അധികം ഫോമാണ്. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് മാറി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സന്തോഷം ഡെയിലി വേണം. കുട്ടികളെല്ലാം നോക്കേണ്ട ഒരു കടമ എനിക്കാണ് ക്ഷേത്രത്തിന് രീതി അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അങ്ങനെ നോട്ടവും കരുതലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ ചാക്കോച്ചിനും? നിങ്ങളും ഒരുപാട് സിനിമ എന്തോ ചൂടുള്ള സമയങ്ങളുണ്ട്. അവിടെ ചൂട് നമ്മൾ തണുപ്പത്ത് റോമൻസ് നമുക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തില്ല. അതുകൊണ്ടാണ് അന്യത്തെ കൊണ്ട് പറയിക്കുന്നതാണ്. കോഴിക്കോട് ഏതൊരു അവാർഡ് ഫംഗ്ഷൻ്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. രാത്രി 8 night ആയി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിന് എറണാകുളത്തേക്ക് പറഞ്ഞു. ഞങ്ങളുടെ തുടങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കട്ടുമുട്ടും തോറും ഭയങ്കര സൗണ്ടൊക്കെ ഒരു ഭൂമിയും. ഞാൻ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞു, എവിടെ നിന്ന് സൗണ്ട്? അവരോട് ഉണ്ടായിരിക്കാൻ പറഞ്ഞു. സാർ ബിജുമേനോൻ സാറിൻ്റെ തോന്നുന്നു. ആ ശരി, ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനിൽ. സാർ റിസപ്ഷനിൽ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞാണ് സാർ ഒരു ഉപകാരം ചെയ്യാറ്. എന്താണ്? ബിജുമേനോൻ സാറിനോട് വിളിച്ച് പറഞ്ഞിട്ട് സൗണ്ട് ഞാൻ നേരത്തെ വിളിച്ച് പരാതി പറഞ്ഞ ആൾ വിളിച്ച് എന്നോട് പറഞ്ഞു, എന്താ പ്രശ്നം? വേറെ ആൾ ചെറിയ കംപ്ലൈൻറ്റ് പറയുന്നു. ആരാണ്? നാളെ നിങ്ങളുടെ കൂടെ ഫ്ലൈറ്റിൻ്റെ പൈലറ്റാണ് പറയുന്നത്. ഉള്ളിൽ കിടന്ന് ഉറങ്ങുമ്പോൾ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ വിളിച്ചോളൂ. ജീവനോട് നാളെ കൊച്ചി ലാൻഡ് ചെയ്യണം. ഇപ്പോൾ ആ പരിപാടി എടുത്തുകൊണ്ടെന്നു. അങ്ങനെയുള്ള ഈ പ്രമുഖ കരുതലുകളൊക്കെ അദ്ദേഹത്തിന് നടന്നത്. പക്ഷേ ആസിഫ്, നീ അധികം ഈ പറയാതിരിക്കുന്നല്ലോ ഓരോ കാര്യങ്ങൾ. വെറുതെ നീ എന്നെ നൊസ്റ്റാലജി അടിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ഓർമ്മകൾ. അപ്പം പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്ത് ഒരുപാട് നല്ല സ്മരണകളുണ്ട്. പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഞാൻ ഈ അടുത്ത് തന്നെ ഇപ്പം വിജയനോട് പറയായിരുന്നു, ഒരാൾ ഈ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമൻസ്. അത് കണ്ടിട്ട് പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആവുന്നതൊക്കെ.
അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകളിൽ ആസിഫിനോടൊപ്പം വിജയനോടൊപ്പം എല്ലാം ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരും എന്ന് തന്നെയാണ് വിശ്വാസം. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സോ ഹാപ്പി ടു ബി അമംഗ് യു ഗൈസ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. ഒപ്പം അദ്ദേഹത്തിനെതിരെ നിന്ന് അഭിനയിച്ചപ്പോഴുള്ള ആ ഒരു ബീച്ചിന്റെ കൂടെ അഭിനയിക്കുമ്പോ ചാക്കോച്ചൻ അറിയാം അല്ലേ, ഒരു ആഘോഷമാണ്. നമ്മളൊരു ടൂറൊക്കെ പോയിട്ടും ആഘോഷിക്കുന്ന പോലെയാണ്. ഷൂട്ടിങ്ങിൻ്റെതായ ഒരു പ്രഷറും ബീച്ചേട്ടൻ ലൊക്കേഷനിൽ റൂമിലേക്ക് കൊണ്ടുവരില്ല. ഞങ്ങളെല്ലാവരും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ബീച്ചേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ബീച്ചേട്ടൻ്റെതായ കുറേ സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട്. ഈ ഒരു ആഘോഷത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ വിജുചേട്ടന്റെ മുറിയും ആ മുറിയിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങൾ രാത്രി വളരെ വൈകി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മുറിയും അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ കേട്ടു ഉള്ളതാണ് വിജയേട്ട. രാത്രിയില് ഒരു ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത്. രാത്രി 11 മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ദൂരെ നിന്നൊരു പാട്ട് കേൾക്കാനുണ്ടെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ ഇത്രയും സംസാരിക്കാതെ നിൽക്കുന്ന ഒരാള് വെളുപ്പിന് വരെ പാട്ടും താളം നന്നായി അടിക്കുന്നൊക്കെ കേട്ടു. ഇതൊക്കെ ഉള്ളതാണ്. കൈകണ്ടില്ലേ? വിഷേട്ട എങ്ങനെയായിരുന്നു ഈ ഒരു വിഷേട്ടന്റെ നേതൃത്വത്തിലുള്ള ഈ ആഘോഷങ്ങൾ എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർത്തെടുക്കാനുണ്ടോ? മൊമെന്റ് അല്ല, ആക്ച്വലി നമ്മൾ വളരെ ചൂടുള്ള സമയത്താണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു സീരിയസ് സിനിമയാണ്. ഇപ്പോൾ സെറ്റിൽ നമുക്ക് അധികം റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാകും. നമ്മളെല്ലാം ചാർജറായിട്ടും റിലാക്സ്ഡ് ആയിട്ടും നല്ലത് ഔട്ട്പുട്ട് ഉണ്ടാകും. അപ്പോൾ പിന്നെ നമ്മുടെ എവൈനും ഫോമാണ്. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് മാറി പോകുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും സന്തോഷം ഡെയിലി വേണ്ടേ. കുട്ടികളെല്ലാം നോക്കേണ്ട ഒരു കടമ എനിക്കാണ് ചേട്ടൻ രീതി. അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. ഇങ്ങനെ ഈ ഒരു വലിയേട്ടന്റെ ഇടയ്ക്ക് നിന്ന് അങ്ങനെ നോട്ടവും എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ ചാക്കോച്ചൻ? നിങ്ങളും ഒരുപാട് സിനിമ എന്തോ ചൂടുള്ള സമയങ്ങളുണ്ട്. അവിടെ ചൂട്, നമ്മുടെ തണുപ്പത്ത് റോമൻസ്. നമുക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തില്ല. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറയിക്കുന്നതാണ്. കോഴിക്കോട് ഒരു അവാർഡ് ഫംഗ്ഷന് കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. രാത്രി 8 നൈറ്റ് ആയി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിന് എറണാകുളത്തേക്ക് പറഞ്ഞു. ഞാൻ തുടങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തട്ടുമുട്ടും ബഹളവും ഭയങ്കര സൗണ്ടൊക്കെ ഒരു ഭൂമിയും. ഞാൻ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞു, എവിടെ നിന്നാണ് ഈ സൗണ്ട്? അവരോട് ഉണ്ടായിരിക്കാൻ പറഞ്ഞു. സാർ ബിജുമേനോൻ സാറിൻ്റെ റൂമിൽ. ആ ശരി, ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനിൽ. സാർ റിസപ്ഷനിൽ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞാണ്, സാർ ഒരു ഉപകാരം ചെയ്യാറ് ചെന്നാൽ ബിജുമേനോൻ സാറിനോട് വിളിച്ച് പറഞ്ഞു സൗണ്ട് ഒന്നും കുഴപ്പമില്ല. ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞ ആൾ തിരിച്ച് എന്നോട് പറഞ്ഞു, എന്താ പ്രശ്നം? വേറെ ആൾ ചെറിയ കംപ്ലൈൻറ്റ് പറയുന്നു. ആരാണ്? നാളെ നിങ്ങളുടെ കൂടെ ഫ്ലൈറ്റിലെ പൈലറ്റാണ് പറയുന്നത്. ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്ന താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വിളിച്ചോളൂ, ജീവനോട് നാളെ കൊച്ചി ലാൻഡ് ചെയ്യണം, ഇപ്പോൾ ആ പരിപാടി നിർത്തിക്കണമെന്ന്. അങ്ങനെയുള്ള ഈ പ്രധാന കരുതലുകളൊക്കെ അദ്ദേഹത്തിന് നടത്തുന്നു. പക്ഷേ ആസിഫ്, നീ അധികം ഈ പറയാതിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. വെറുതെ നീ എന്നെ നൊസ്റ്റാലജി അടിപ്പിച്ചിട്ട് പിന്നെ ഒരുപാട് ഓർമ്മകൾ. അപ്പം പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്ത് ഒരുപാട് നല്ല സ്മരണകളുണ്ട്. പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഞാൻ ഈ അടുത്ത് തന്നെ ഇപ്പം വിജയനോട് പറയായിരുന്നു, ഒരാൾ ഈ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമൻസ്. അത് കണ്ടിട്ട് പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആവുന്നതൊക്കെ. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകളിൽ ആസിഫിനോടൊപ്പം വിജയനോടൊപ്പം എല്ലാം ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരും എന്ന് തന്നെയാണ് വിശ്വാസം. So all the very best and so happy to be among you guys.